ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ, ഞാൻ ഈ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ക്രാഫ്റ്റിൻ്റെ വർക്ക്, ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം പോകുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് ജസ്റ്റ് റെഡിയായി, ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടൊന്ന് റെഡിയായി. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ, കാരണം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇന്നൊരു അർജൻറ്റ് വർക്കുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അത് കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോകേണ്ടത് പള്ളിമുക്കാണ്. അപ്പോൾ ഞാൻ ചിന്നക്കടയിൽ നിന്നല്ല കേട്ടോ പോകുന്നത്, ഞാൻ ഡയറക്റ്റ് AR ക്യാമ്പിൻ്റെ അടുത്ത് നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ റെയിൽവേ പാളത്തിൽ കൂടെയാണ്, എൻ്റെ വീട് റെയിൽവേ പാളത്തിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ റെയിൽവേ പാളത്തിൽ കൂടെ മാത്രമേ ക്യാമ്പിലോട്ട് നടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ ഒരു ട്രെയിൻ ഞാൻ ആദ്യം വിചാരിച്ചു ആ ട്രെയിൻ ഇങ്ങോട്ട് വരുമായിരിക്കുമെന്ന്. പക്ഷേ പിന്നെ ഞാൻ ബസ്സിൽ കയറിയപ്പോഴാണ് കണ്ടത്, അങ്ങോട്ട് കോളേജിലോട്ട് പോകാൻ നേരത്താണ് കണ്ടത് അവിടെ നിർത്തിയിട്ടിരിക്കുമായിരുന്നു ആ ട്രെയിന്. ഞാൻ തിരിച്ച് വരുന്നവരെ ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴാണ് ആ ട്രെയിൻ എടുത്തത്. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമായിരിക്കും ട്രെയിൻ സാധാരണ അങ്ങനെ നിർത്തിയിടൽ. പിന്നെ ഞാൻ പോകുന്ന വഴിയാണ്, അത് എൻ്റെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് മതി നമ്മുടെ ഇപ്പോഴത്തെ നൈറ്റ് പാർക്ക്, അങ്ങനെയല്ലേ അതിനെ പറയുന്നത്, നൈറ്റ് പാർക്കിലോട്ട് പോകാൻ. പക്ഷേ ഞാൻ ഒരു വട്ടം പോലും അവിടെ പോയിട്ടില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോയി ഇരിക്കണം. ഒരു സന്ധ്യ ആ ഒരു ഈവനിങ് ടൈമിലൊക്കെ അവിടെ പോകണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എല്ലാ ആഴ്ചയും ഞാൻ വിചാരിക്കും പോകണമെന്ന്, പക്ഷേ പറ്റാറില്ല കേട്ടോ, നടക്കത്തില്ലത്. എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും. പിന്നെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഈ റെയിൽവേ ട്രാക്കിൻ്റെയൊക്കെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ റെയിൽവേ ട്രാക്കിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, അവിടെ കുറേ ആൾക്കാർക്ക് നിന്ന് പണി ചെയ്യുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പള്ളിമുക്കി ഇറങ്ങിയിട്ട് നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോറി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.